നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബാറുടമകൾക്ക് വേണ്ടി ഹാജരാകുന്നതിൽ നിന്ന് അറ്റോർണി ജനറലിനെ തടയാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. തർക്കത്തിൽ സർക്കാർ അഭിഭാഷകന് കോടതിയിൽ മൗനം. 4 സ്റ്റാർ 5 സ്റ്റാർ സർക്കാരിന്റെ ബെഞ്ച് ചോദിച്ചപ്പോഴും കോടതിയിൽ മൗനം തുടരുകയായിരുന്നു സംസ്ഥാന സർക്കാർ അഭിഭാഷകർ. 3 സ്റ്റാറുകളെക്കാൾ ബലമുള്ള കേസാണ് 4 സ്റ്റാറിന്റേതെന്ന് കോടതി നിരീക്ഷണം. പോലീസിന്റെ പെരുമാറ്റം മാന്യമാകണമെന്ന് DGP. എടാപോടാ വിളി വേണ്ട, വാഹന പരിശോധന നീട്ടരുത്, വൃദ്ധരെ ബുദ്ധിമുട്ടിക്കരുത്, തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ മടിക്കേണ്ട. അരുവിക്കരയിൽ ഇടതു വോട്ടുകൾ ചോർന്നു എന്ന് CPM സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ. VS-നെതിരായ പ്രമേയം ദോഷം ചെയ്തുവെന്ന് വിമർശനം. പിണറായി പരസ്യ പ്രചരണത്തിനെത്താത്തത് ആശയക്കുഴപ്പമുണ്ടാക്കി. വിഴിഞ്ഞം പദ്ധതി പ്രശ്നത്തിൽ ലത്തീൻ സഭയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പാളി. സമരവുമായി സഭ മുന്നോട്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് മുഖ്യമന്ത്രി. വനമേഖലയിലെ പട്ടയഭൂമിയിൽ നിന്ന് അനുമതി കൂടാതെ മരം മുറിക്കാൻ അനുവദിച്ച് സർക്കാർ ഉത്തരവ്. പാർലമെന്റ് യുദ്ധക്കളമായി മാറിയെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി. പാർട്ടികൾ ആത്മവിമർശനം നടത്തണം. രാജ്യമാകെ സുരക്ഷാ ക്രമീകരണം ശക്തം. കോട്ടയം SP ദിനേശന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരായ കേസിൽ ബാറുടമകൾക്ക് വേണ്ടി ഹാജരാകുന്നതിൽ നിന്ന് അറ്റോർണി ജനറലിനെ തടയാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി. TN പ്രതാപന്റെ അഭിഭാഷകൻ ഈ വിഷയം ഉന്നയിച്ചപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ മൗനം തുടർന്നു. 4 സ്റ്റാർ 5 സ്റ്റാർ ഒരേ ശ്രേണിയിലുള്ളതാണ് എന്ന് കേന്ദ്ര നയം ചൂണ്ടിക്കാട്ടി അറ്റോർണി ജനറൽ വാദിച്ചു. 3 സ്റ്റാറുകളെക്കാൾ ബലമുള്ള കേസാണ് 4 സ്റ്റാറുകളുടേതെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ബാറുടമകൾക്ക് വേണ്ടി അറ്റോർണി ജനറൽ വാദം തുടങ്ങാൻ എഴുന്നേറ്റപ്പോഴായിരുന്നു TN പ്രതാപന്റെ അഭിഭാഷകനായ കാളീശ്വരൻ രാജ് എതിർപ്പുമായി രംഗത്തെത്തിയത്. 1987 നിയമോദ്യോഗസ്ഥരുടെ ചട്ടങ്ങൾ പ്രകാരം AGക്ക് സംസ്ഥാനത്തിനെതിരായ കേസിൽ ഹാജരാകാനാകില്ലെന്നും സംസ്ഥാന നയത്തെ സംരക്ഷിക്കുകയാണ് അറ്റോർണി ചെയ്യേണ്ടതെന്നും കാളീശ്വരൻ രാജ് ചൂണ്ടിക്കാട്ടി. AGയെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നായിരുന്നു കോടതിയുടെ മറുപടി. കോടതിയുടെ കീഴിലല്ല നിയമോദ്യോഗസ്ഥർ. സ്വന്തം നിലയ്ക്കാണ് കേസിൽ ഹാജരാകുന്നതെന്നും കാളീശ്വരൻ രാജ് കേസിൽ കക്ഷിയല്ലെന്നും മുകുൾ റോത്തഗി വിശദീകരിച്ചു. കേസിൽ കക്ഷിയായ സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകൻ V ഗിരിയും സ്റ്റാൻഡിംഗ് കൗൺസിൽ MR രമേശ് ബാബുവും നിലപാട് അറിയിച്ചതേയില്ല. മുകുൾ റോത്തഗിക്കെതിരെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചെങ്കിലും സംസ്ഥാന സർക്കാർ കോടതിയിൽ ഒന്നും പറയാതിരുന്നത് ശ്രദ്ധേയമായി. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം നയപ്രകാരം 4 സ്റ്റാറും 5 സ്റ്റാറും ഒരേ ശ്രേണിയിലാണ് പെടുന്നതെന്നായിരുന്നു അറ്റോർണി ജനറലിന്റെ വാദം. 3 സ്റ്റാർ ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗങ്ങളെപ്പറ്റി തനിക്കറിയില്ല. കേരളത്തിൽ മദ്യം ലഭിച്ചില്ലെങ്കിൽ വിനോദസഞ്ചാരികൾ കൊളംബോയിലേക്ക് പോകും. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്ന് സർക്കാരുകൾ ഒരു വശത്ത് പറയുമ്പോഴാണ് മറുവശത്ത് ഇങ്ങനെയൊരു നയം. സംസ്ഥാനത്തെ 38 4 സ്റ്റാർ ഹോട്ടലുകളിലൂടെ വെറും 4% മദ്യം മാത്രമേ വിൽക്കുന്നുള്ളൂ. അതേസമയം 4 സ്റ്റാറുകാരുടെ കേസ് 3 സ്റ്റാറിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ജസ്റ്റിസ് ശിവകീർത്തി സിംഗ് നിരീക്ഷിച്ചു. നയത്തിൽ വിവേചനമുണ്ടോ എന്ന് പരിശോധിക്കും. ടൂറിസ്റ്റുകൾ എത്ര ശതമാനം മദ്യം ഉപയോഗിക്കുന്നുവെന്ന് സംബന്ധിച്ച കണക്കുകൾ കോടതി ആരാഞ്ഞിട്ടുണ്ട്. അറ്റോർണി ജനറലിന്റെ നടപടി എതിർക്കേണ്ടത് സർക്കാരല്ലേ എന്ന് ബെഞ്ച് ചോദിച്ചപ്പോഴും കോടതിയിൽ മൗനം തുടരുകയായിരുന്നു സംസ്ഥാന സർക്കാർ അഭിഭാഷകർ. കേന്ദ്ര നയത്തെ അടിസ്ഥാനമാക്കിയുള്ള അറ്റോർണി ജനറലിന്റെ വാദത്തിലൂടെ മദ്യനയത്തിലെ വിവേചനത്തിൽ ഊന്നൽ നൽകാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. M ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ആന്റണി രാജു, രാജ്മോഹൻ ഉണ്ണിത്താൻ, C ദിവാകരൻ, അഡ്വക്കേറ്റ് ഉദയഭാനു, ബിനോയ്, എലഗൻസ് ബാർ ഉടമ, ഒപ്പം തന്നെ TN പ്രതാപനെയും K സുരേന്ദ്രനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, സംസ്ഥാന സർക്കാർ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് കോടതിയിൽ? വാസ്തവത്തിൽ സംസ്ഥാന സർക്കാർ ആ രീതിയിലുള്ളൊരു നിലപാട് എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. കാരണം ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഒരുപക്ഷെ ബാർ കേസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഉന്നയിച്ചത്. 87 ചട്ടങ്ങൾ അനുസരിച്ചിട്ട് മാത്രമല്ല, അതിലുപരി ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഊന്നിക്കൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ ഭരണഘടനയുടെ അന്തഃസത്തക്കെതിരായിട്ടാണ് ഒരു രാജ്യത്തിന്റെ, ഒരു ഫെഡറൽ രാഷ്ട്രത്തിലെ ഒരു സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചട്ടത്തെ ആ രാഷ്ട്രത്തിന്റെ തന്നെ അറ്റോർണി ജനറൽ ചോദ്യം ചെയ്യുന്നു. ഈ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾക്കുള്ള ലൈസൻസ് ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള ഹോട്ടലുകൾക്കുള്ള ലൈസൻസ്, 4 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ, ആ ഹോട്ടൽ ലൈസൻസിനുള്ള ഉപാധിയായി ഈ ബാറുകൾ ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധനയുണ്ട് എന്നതാണ് റോത്തഗി ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം. ആ വാദം നിലനിൽക്കുന്നതാണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അതെന്താ, അത് കോടതി പരിശോധിക്കട്ടെ. പക്ഷെ അതിലുപരി ആ രീതിയിലുള്ളൊരു വാദം അറ്റോർണി ജനറൽ ആയിട്ട് തന്നെ
ഉള്ള ഒരാളിൽ നിന്നും ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഉന്നയിക്കപ്പെടുന്നത് ഒരു രാഷ്ട്രത്തിന്റെ മൊത്തം താല്പര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെയധികം നിർഭാഗ്യകരമായിട്ടുള്ള, വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിനും അറ്റോർണി ജനറലിനും ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നൈതികമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ഉണ്ടായ ഒരു വിപര്യം. ശ്രീ ആന്റണി രാജു, എന്തുകൊണ്ടാണ് അറ്റോർണി ജനറൽ ഹാജരാകുന്നത് സംസ്ഥാന സർക്കാർ ഇന്ന് എതിർക്കാതിരുന്നത് എന്നാണ് താങ്കൾ കാണുന്നത്? അറ്റോർണി ജനറലിന് ഇവിടെ ഹാജരാകാമോ ഇല്ലയോ എന്നുള്ളത് നിയമപ്രശ്നത്തോടൊപ്പം തന്നെ ധാർമ്മികമായൊരു വിഷയം കൂടിയാണ്. നിയമപരമായി നോക്കുമ്പോൾ, നമ്മൾ ഇതിനുമ്പൊരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, നിയമപരമായി നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അനുമതിയോടുകൂടി ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഒരു സംസ്ഥാന ഗവൺമെന്റ് എതിരാ കക്ഷിയാണെങ്കിൽ പോലും ഹാജരാകാനുള്ള അവകാശം, നിയമപരമായ അവകാശം അഡ്വക്കേറ്റിനുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ പല പ്രാവശ്യം പണ്ട് വാദിച്ചിട്ടുള്ളതാണ്. എന്തായാലും അതിനെതിരെ ഇന്ന് ബഹുമാനപ്പെട്ട വളരെ പ്രഗത്ഭനായ അഭിഭാഷകനായ കാളീശ്വര രാജ് ഉയർത്തിയ വാദം സുപ്രീം കോടതി തള്ളിയതോടുകൂടി, സുപ്രീം കോടതിയുടെ നിലപാടെടുത്തതോടുകൂടി ഈ കാര്യത്തിൽ ലോ ഓഫ് ദി ലാൻഡ് എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്ത അന്തിമമായ തീരുമാനമാണ്. സുപ്രീം കോടതിയും പറയുന്നു നിയമപരമായി ഇവിടെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സുപ്രീം കോടതി തള്ളുകയല്ല ചെയ്തിരിക്കുന്നത്, ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് വ്യാഖ്യാനിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം തന്നെയാണ് എന്നാണ്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രീ ആന്റണി രാജു. പക്ഷെ അതിനേക്കാൾ ഗൗരവമായ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അറ്റോർണി ജനറൽ ബാറുടമകളുടെ അഭിഭാഷകനായി ബാറുടമകളുടെ ആവശ്യമോ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളോ അല്ല കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. പകരം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നയത്തിന് വിരുദ്ധമാണ് എന്ന് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ ടൂറിസ്റ്റുകൾ കൊളംബോയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അത് രാജ്യ താല്പര്യത്തിനെതിരാണ്. മാത്രമല്ല 4 സ്റ്റാർ ബാറുകളുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നയം 4 സ്റ്റാറും 5 സ്റ്റാറും കേന്ദ്ര സർക്കാർ നയപ്രകാരം ഒരേ ശ്രേണിയിലാണ് പെടുക എന്നുള്ളതാണ്. അതിന് ആധികാരികതയുണ്ട്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് 3 സ്റ്റാർ ബാറുകളുടേതിനേക്കാൾ സ്ട്രോങ് കേസാണ് 4 സ്റ്റാർ ബാറുകളുടേത് എന്ന്. ഇത് വരുമ്പോൾ സംസ്ഥാന സർക്കാർ മിണ്ടുന്നില്ല. എന്തേ? ബഹുമാനപ്പെട്ട കാളീശ്വര രാജ് പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ധാർമ്മികമായി എടുക്കേണ്ട ഒരു നിലപാടായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് പക്ഷെ നിർണായകമായ ഘട്ടം വരുമ്പോൾ ആ നിലപാട് വിസ്മരിക്കുന്നു, മൗനം പാലിക്കുന്നു. എന്തേ? അല്ലല്ല, ഒരിക്കലും അത് ശരിയല്ല. കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ നിയമപരവും ധാർമ്മികവും ഉണ്ട്. നിയമപരമായി നോക്കുമ്പോൾ സുപ്രീം കോടതിയിൽ വാദിക്കാനുള്ള അവകാശം, നിയമപരമായ അവകാശം അറ്റോർണി ജനറലിനുണ്ട്. പക്ഷേ ആ അധികാരം, അവകാശം കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തത് കൊണ്ടാണ്. ഈ കേസിൽ ഒരിക്കലും ഈ സംസ്ഥാന ഗവൺമെന്റിനായി ഹാജരാകാൻ അറ്റോർണി ജനറലിന് അധികാരം കൊടുത്ത, അവകാശം കൊടുത്ത, അനുമതി കൊടുത്ത കേന്ദ്ര ഗവൺമെന്റാണ് ഇന്ന് സുപ്രീം കോടതി പ്രതിക്കൂട്ടിൽ ഞാൻ പറയാം. വിവേചനത്തിന്റെ കാര്യത്തിൽ മറുപടി തൃപ്തികരമല്ല. ശ്രീ ആന്റണി രാജു, ദയവായി തുടരുക. തൃപ്തികരമായ മറുപടി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾക്ക് നൽകാൻ കഴിയുമോ? ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുള്ള കളിയോ അല്ലെങ്കിൽ കോൺഗ്രസും BJPയും ചേർന്നുള്ള കളിയോ ആണോ? അതിപ്പോൾ നിഗേഷൻ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ കാളീശ്വരൻ രാജ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി ശരിയാണ്. അറ്റോർണി ജനറലിന് നിയമപരമായും ധാർമ്മികമായും ഒരു കാരണവശാലും ഈ കേസിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഹാജരാകാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഇത് ഒരു സംസ്ഥാന ഗവൺമെന്റ് കക്ഷിയായ കേസാണ്. അപ്പോൾ സ്വാഭാവികമായി സർവീസ് റൂൾ അനുസരിച്ചിട്ട് അറ്റോർണി ജനറൽ ആയാലും കൊള്ളാം, സോളിസിറ്റർ ജനറൽ ആയാലും കൊള്ളാം, പറയട്ടെ, അല്ല ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഒരു കാരണവശാലും യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ, അവിടുത്തെ സ്ഥാപനങ്ങൾ അധീനതയിലുള്ള അവർക്ക് വേണ്ടി അല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും ഹാജരാകാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇവിടെ കോടതി എന്താ പറഞ്ഞത്?
കോടതി ഇതിനകത്ത് കാളീശ്വരം രാജിന്റെ ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അറ്റോർണി ജനറൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്, കോടതിയല്ല. അതാണ് ശരി. ഒരു സംസ്ഥാന ഗവൺമെന്റിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ എതിർത്തില്ല? അറ്റോർണി ജനറൽ പറയേണ്ട കാര്യങ്ങൾ ഇതല്ല എന്ന് വാദിച്ചില്ല. ഇന്നിപ്പോ പ്രതാപന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വാദമാണ് നടക്കുന്നത്. ഇതൊരു കാര്യം ഞാൻ പറയാം, സംസ്ഥാന ഗവൺമെന്റ് മദ്യനയത്തിനെതിരെയുള്ള പരാമർശങ്ങൾ കോടതി വരുന്നുണ്ടല്ലോ, അതിന്റെ വിചാരണ നടക്കാതിരിക്കുന്നേ ഉള്ളൂ. ഒരു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, ഉമ്മൻചാണ്ടി, അതുപോലെ കേരളത്തിലെ സകലമാന കോൺഗ്രസ് നേതാക്കളും അറ്റോർണി ജനറൽ കേരള സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരാകുന്നതിനെ എതിർത്തിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് ബാർ ഉടമകൾ കൊണ്ടുപോയി പണം കൊടുത്തപ്പോൾ അറ്റോർണി ജനറലിൻ്റെ കണ്ണു മഞ്ഞളിച്ചു പോയി, അറ്റോർണി ജനറൽ അവർക്ക് വേണ്ടി ഹാജരാകുന്നു എന്ന് മാത്രമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കേന്ദ്ര നയം പറഞ്ഞ് സംസ്ഥാന നയത്തെ സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ എതിർക്കുമ്പോൾ അവിടെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അഭിഭാഷകർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? മിസ്റ്റർ നികേഷെ, ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ എത്ര കറക്റ്റ് ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് അറ്റോർണി ജനറൽ ഹാജരായതിനെതിരെ പരാതി അയച്ചത്. ഇന്ന് സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത് അറ്റോർണി ജനറലിനെ നിയമിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് ശരിയായ നടപടിയാണ്. അതിനപ്പുറത്തേക്ക് പോകണ്ട എന്നാണ്. തുടരുകയായി ശ്രീ സി ദിവാകരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര സർക്കാരാണ് അറ്റോർണി ജനറലിനെ നിയോഗിച്ചിട്ടുള്ളത്. ആ കേന്ദ്ര സർക്കാരിനൊരു കത്തയക്കുന്നു. അത് കോടതിയിൽ പോയി പറയേണ്ട കാര്യമില്ല. കാരണം കോടതിയിൽ എന്തായാലും ആ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അറ്റോർണി ജനറൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതിലും കാര്യമുണ്ട്. കോടതിയിൽ അറ്റോർണി ജനറൽ എത്തിയത് ഒരു അഭിഭാഷകന്റെ രൂപത്തിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഡിസിഗ്നേഷൻ എന്താണ്? സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് എന്നല്ല, അറ്റോർണി ജനറലാണ്. ആ നിലയിൽ തന്നെയാണ് സുപ്രീം കോടതി അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ അദ്ദേഹം കേസ് വാദിക്കാമോ ഇല്ല എന്നുള്ള അവർ ക്വാളിഫൈഡ് ആണോ ഡിസ്ക്വാളിഫൈഡ് ആണോ തീരുമാനിക്കാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരു അഭിഭാഷകനാണെങ്കിൽ കോടതിക്ക് അത് നോക്കേണ്ട കാര്യമില്ല. ബാർ ലൈസൻസ് ഉടമകൾ ഇവിടെ മന്ത്രിയെ വിലയ്ക്ക് വാങ്ങിയതിൽ ശരിയായില്ല എന്ന് തോന്നിയപ്പോ കോടതി പോയി. കോടതിയിൽ വാദിക്കേണ്ടവന് അറ്റോർണി ജനറലിനെ കൊണ്ടുവന്നു. അപ്പൊ ഇപ്പുറത്ത് കൗണ്ടർ വാദം ഇല്ലാതിരിക്കാൻ അവരെ നിശബ്ദരാക്കി, സൈലന്റ് ആക്കി. ഇതിനൊക്കെ പണമാണിത്. അതായത് 5 സ്റ്റാറിനൊപ്പം 4 സ്റ്റാർ കൂടി അനുവദിപ്പിക്കുന്ന തന്ത്രമാണോ ഇന്ന് അരങ്ങേറിയത്? അല്ല, ഇത് അനുവദിച്ചില്ലെങ്കിൽ തുറക്കാൻ പോകുന്നത് പാൻഡോറസ് ബോക്സ് ആണ്. കേരളം കാണാൻ പോകുന്നത് അതാണ്. കേരളത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ തെളിയാൻ പോവാണ്. അത് ഈ കോടതി പിന്നെ 5 സ്റ്റാർ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ 4 സ്റ്റാർ കൊടുക്കാൻ പാടില്ല എന്ന് കോടതി വിധി വരട്ടെ, അല്ലെങ്കിൽ റദ്ദാക്കട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ. കോടതി പറയുന്നത് ഞങ്ങൾ കോടതി മുഖ്യമന്ത്രി എന്താ കത്തയച്ചെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു, ഇത് സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നുവെങ്കിൽ, അറ്റോർണി ജനറലിനെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നുവെങ്കിൽ അതൊരു ഭരണഘടനാ പ്രശ്നമായി സുപ്രീം കോടതി കാണുമായിരുന്നു. കുറെ കൂടി വിശാലമായ ചർച്ച സുപ്രീം കോടതിയിൽ ഇന്ന് നടക്കുമായിരുന്നു. താങ്കൾ TN പ്രതാപന്റെ വാദം ആണ് സുപ്രീം കോടതിയിൽ എത്തിച്ചത് എങ്കിൽ തന്നെയും ആരാണ് ഈ TN പ്രതാപൻ എന്നെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോ ഇതിൽ കക്ഷി ചേർന്നിട്ടുള്ള ഭരണകക്ഷിയുടെ ഒരു MLA ആണ് ശ്രീ പ്രതാപൻ. അപ്പൊ ആ പ്രതാപന്റെ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ പ്രതാപൻ ഡിവിഷൻ ബെഞ്ചിലെ പ്രതാപന്റെ അപ്പീൽ അനുവദിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ പ്രതാപന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഒരു MLAക്ക് ഇക്കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ സംവിധാനവും സൗകര്യവുമാണ് ഗവൺമെന്റിനുള്ളത്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം, എന്റെ അഭിപ്രായത്തിൽ ഇത് കേവലമായിട്ടുള്ള അല്ലെങ്കിൽ ആനുഷംഗികമായിട്ടുള്ള ഒരു തടസ്സവാദം, ഒരു ഒബ്ജക്ഷൻ എന്നതിൽ കവിഞ്ഞ്
വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭരണഘടനാ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഉള്ള ഒരു കാര്യമാണ്. ഒരു സംസ്ഥാന സർക്കാരിന്റെ നിയമത്തിനെതിരെ അറ്റോർണി ജനറൽ ഹാജരാകുന്നതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നം തീർച്ചയായിട്ടും സവിശേഷമായിട്ടുള്ള ഒന്നാണ്, സഗൗരവം പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ആ കാര്യം സംസ്ഥാന സർക്കാരാണ് ഉന്നയിച്ചിരുന്നത് എങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ കാര്യത്തിൽ ഒരു ചർച്ച കോടതിക്കകത്തും നടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു MLA എന്ന നിലയിൽ ഉന്നയിക്കാവുന്നതിന് പരിമിതിയുണ്ട്. വ്യക്തമാണ് താങ്കളുടെ, അത് തന്നെയാണ് ഞാൻ ചോദിച്ചതും. ശ്രീ എലഗൻസ് ബിനോയ്, ശ്രീ ബിനോയ്, ഇന്നലെ മദ്യനയം മൗലികാവകാശമല്ല, നിയമം വഴി ലഭിക്കുന്ന അവകാശം മാത്രമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് ചുവടുവയ്പായി കാണാം. ഒറ്റയടിക്ക് നിരോധിക്കുന്നത് വ്യാജമദ്യം ഒഴുകുന്നതിന് കാരണമാകും. പുകവലി നിരോധനം ഗുണം ചെയ്തില്ലേ, ഇപ്പോൾ ചെറുപ്പക്കാർ പോലും പുകവലിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്ന് തോന്നിച്ച് ഇപ്പോൾ ഒരു യു ടേണിലേക്ക് സുപ്രീം കോടതി പോകുന്നു എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. അറ്റോർണി ജനറലിനെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതും അത് തന്നെയായിരുന്നോ? അതൊന്നുമല്ല, ഇന്നലെ ഞാൻ ചോദിച്ചതേ അതിന് മറുപടി പറഞ്ഞതാണ്. കാരണം ഗവൺമെന്റ് ഇന്നലെ അവിടുന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന കമന്റും ഇന്ന് വന്ന കമന്റും അതൊക്കെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, ഇത് എതിരാണോ അനുകൂലമാണോ എന്നൊന്നും പറയാൻ പറ്റിയല്ല. ഇതൊക്കെ ദിവസങ്ങൾ എടുക്കുന്ന ആർഗ്യുമെന്റാണ്. ഇതിന് ശേഷമേ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ. ഇന്നിപ്പോ അറ്റോർണി ജനറൽ കോടതിയിൽ പറഞ്ഞത് കേന്ദ്ര നയമാണല്ലോ. കേന്ദ്ര ടൂറിസം നയത്തിനെതിരായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അത് രാജ്യ താല്പര്യമാണ്, അത് സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ. അപ്പോ അതാണോ നിങ്ങളുടെ ഉദ്ദേശം? അതായിരുന്നോ ഉദ്ദേശം? അന്നുമല്ല, ഇന്ന് പറഞ്ഞ കമന്റിനെയും ഞാനൊന്നും അത് ന്യായീകരിക്കുന്നില്ല. കാരണം ഓരോ ആർഗ്യുമെന്റ് നടക്കുമ്പോഴും പല ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഇല്ല, ആർഗ്യുമെന്റ് നടക്കുമ്പോൾ ജഡ്ജിമാർ പറയുന്ന വാദങ്ങളല്ല നമ്മൾ പറയുന്നത്, അറ്റോർണി ജനറൽ അങ്ങോട്ട് പറയുന്ന വാദങ്ങളാണ്. അതാണ് ഞാൻ ആദ്യം രണ്ടെണ്ണം ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾ കേന്ദ്ര സർക്കാർ നയപ്രകാരം ഒരേ ശ്രേണിയിലാണ് പെടുക എന്ന് അറ്റോർണി ജനറൽ പറയുമ്പോൾ അതിന് ആധികാരികതയുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം നയവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. 2, 4 സ്റ്റാർ ബാർ ഇല്ല എങ്കിൽ കേരളത്തിൽ വിനോദസഞ്ചാരികൾ എത്തില്ല, പകരം കൊളംബോയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ രാജ്യ താല്പര്യത്തിന് അവിടെയും എതിര് നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന സമീപനം അറ്റോർണി ജനറൽ കോടതിയെ അറിയിക്കുകയാണ്. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അത് ഒരിക്കലുമല്ല. കാരണം ഞാൻ പറയാം, ഇന്ന് അറ്റോർണി ജനറൽ ഇന്ന് സത്യം പറയാൻ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഇന്ന് കോടതി ആരംഭിച്ചപ്പോൾ പ്രതാപന്റെ ഭാഗത്തുനിന്ന് കാളീശ്വരൻ രാജ് കോടതി ആരംഭിച്ച് തന്നെ ഏറ്റുനിന്ന് ഈ അറ്റോർണി ജനറൽ ഇവിടെ പ്രസന്റ് ചെയ്യുന്നതിനെ എതിർക്കുക ചെയ്ത്. അതിനൊന്നും കളിയാക്കണ്ട. അതൊക്കെ കേരളത്തിലെ നീതി നടപ്പാക്കണമെന്ന് തോന്നുന്ന ഒരു MLA കാണിക്കുന്ന മര്യാദയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമോ ഒക്കെയാണ്. ഉമ്മൻചാണ്ടിയെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവിടെ സുധീരനും പ്രതാപനും കൂടി പറഞ്ഞു വിട്ടിട്ടാണ് ഇന്ന് അവിടെ കാളീശ്വരൻ രാജ് വന്നെന്നുള്ളതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ പ്രധാനപ്പെട്ടത് ഇന്നലെ കോടതി ചോദിച്ചതും അതാണ്. ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിലുള്ള തർക്കമാണോ മദ്യനയമെന്ന്. ഇപ്പോ എലഗൻസ് ബിനോയ് ചോദിക്കുന്നതും അതാണ്. ഉമ്മൻചാണ്ടിയെ വിശ്വാസമില്ലാത്തതിനാൽ VM സുധീരൻ പറഞ്ഞു വിട്ടതാണ് TN പ്രതാപന്റെ വക്കീലിനെ സുപ്രീം കോടതിയിലേക്ക്. തീർച്ചയായിട്ടും അതെ. രാജ്മോഹൻ ഉണ്ണിത്താൻ, അത് ഇന്ന് നികേഷേ, ഇതൊക്കെ വളരെ തനിയാവർത്തനമാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്ത് പ്രേക്ഷകർ കേട്ട് അവർക്ക് വിരസമായ കാര്യങ്ങളുടെ തനി ആവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നത് വിദേശികൾ കേരളത്തിലേക്ക് വരുന്നത് വെള്ളമടിക്കാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വിദേശികളെ, ടൂറിസ്റ്റുകളെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇവിടെ വെള്ളമടിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ വിഷയത്തിലേക്കാണ്, വിഷയം തന്നെയാണ്. അല്ല, അറ്റോർണി ജനറൽ വാദിച്ചത് അങ്ങനെയാണല്ലോ. മാത്രമല്ല ഇപ്പോ ബിനോയ് എന്ന് പറയുന്നത് ആരാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ. ബിനോയ് എന്ന് പറയുന്ന ബാർ ഉടമ പറയുകയാണ്, ഉമ്മൻചാണ്ടിയെ വിശ്വാസമില്ലാത്തതിനാൽ VM സുധീരൻ അയച്ചതാണ് TN പ്രതാപനെ എന്ന്. അത് താങ്കൾ മറുപടി പറയേണ്ട, KPCC വക്താവ് മറുപടി പറയേണ്ട വിഷയമാണ്. അതെ, ബാറ് നഷ്ടപ്പെട്ട ഒരു ബാർ ഉടമയുടെ വികാരം, ആ വികാര പ്രകടനത്തിന് ഞാനെന്തിനാ മറുപടി പറയുന്നത്? കേരളത്തിൽ ഞങ്ങൾ 730 ബാറുകൾ പൂട്ടിയിട്ടിട്ടുണ്ട്. ആ ബാറുകളിൽ ഒരെണ്ണം തുറക്കാതിരിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്, വക്താവായ എന്റെ കടമയാണ്. അതേസമയം ബാറ് നഷ്ടപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ നിരാശ, അതിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കാൻ നടത്തുന്ന ചില
പ്രചരണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസ് വക്താവിനില്ല. ഇല്ല. തുടരുക ദയവായി. ബിനോയിലേക്ക് വീണ്ടും. ശ്രീ ബിനോയ്, നേരത്തെ ശ്രീ സി ദിവാകരൻ പറഞ്ഞത് കേട്ടല്ലോ. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒത്തുകളിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഒരു ധാരണയായിട്ടുണ്ട് 4 സ്റ്റാറുകൾ കൂടി അനുവദിപ്പിക്കുക എന്നുള്ളത്. ഇല്ല എങ്കിൽ ബാർ ഉടമകൾ വാതുറക്കും. ആ വാതുറക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ അഭിഭാഷകർ മിണ്ടാതിരുന്നത്. ഇവിടെ ഈ കാളിച്ചൻ രാജ് എണീറ്റ് നിന്ന് മുകൾ റോത്തേക്ക് അവിടെ ഇല്ലാത്തപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് ആർഗ്യൂ ചെയ്യുക. ഇന്ന് ഞാനും ആകെ അവിടെ ഉള്ളത് കാളിച്ചൻ രാജുവാ കോടതിയിൽ. അപ്പൊ ഞങ്ങൾ പറയുന്നതാണ് ഇതിനകത്ത് കറക്റ്റ്. ഇല്ലെങ്കിൽ കാളിച്ചൻ രാജ് എതിർക്കട്ടെ. കാളിച്ചൻ രാജ്, അഡ്വക്കേറ്റ് കാളിച്ചൻ രാജ് അവിടെ കോടതി തുടങ്ങിയത് ഈ ആർഗ്യുമെന്റ് അവിടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കോടതി പറഞ്ഞു അറ്റോർണി ജനറൽ വരുന്നത് അറ്റോർണി ജനറൽ ആയിട്ടല്ല, മുകുൾ റോത്തക്കി ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ എന്തേ പറയാത്തെ? മുകുൾ റോത്തക്കി ആയിട്ടാണ് വരുന്നത്. മുകുൾ റോത്തക്കിക്ക് കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ മേടിച്ചാൽ അവിടെ ആർഗ്യൂ ചെയ്യാന്നുള്ളതിന്റെ അർത്ഥമല്ലേ അത് അദ്ദേഹം പറഞ്ഞു. ഞാൻ 4 സ്റ്റാർ ബാർ റൂമിക്ക് വേണ്ടി നേരത്തെ ഞാൻ അപ്പിയർ ചെയ്തതാണ്. അദ്ദേഹം വന്നപ്പോൾ അത് പറഞ്ഞു. കാളിച്ചൻ രാജിന് ഒന്നും പറയാനില്ല. അങ്ങനെ അനുവാദം മേടിച്ചാൽ അതൊക്കെ പഴയ കഥ എന്നാണല്ലോ ഈ ഉത്തരം താങ്കൾ പറഞ്ഞു തുടങ്ങിയത്. ശ്രീ ആന്റണി രാജു, തൃപ്തിയായിട്ടുണ്ടാവും നിങ്ങൾക്ക്. പഴയ കഥ എന്ന് ബിനോയെ പോലുള്ളവർ പറയും. ഈ ബിനോയ് ആയിരുന്നു ബാർ ഉടമകളുടെ ഏറ്റവും ഒടുവിലത്തെ യോഗത്തിൽ കണക്കെവിടെ എന്ന് പറഞ്ഞ് ബഹളം വെച്ചത്. പിന്നീട് യോഗം ചേർന്നതായി കണ്ടിട്ടില്ല. ഇപ്പോൾ ബിനോയ്ക്ക് കണക്കും വേണ്ട, ഒരു കാര്യവും വേണ്ട. ഒത്തുതീർപ്പായോ? നികേഷ്, അതും ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ അല്ലേ? വീണ്ടും എന്തിനാ ഓപ്പൺ ചെയ്യണത്? കഴിഞ്ഞ 10 മാസക്കാലം കേരളത്തിൽ നമ്മൾ ഏതാണ്ട് എല്ലാ ദിവസവും ചർച്ച ചെയ്ത വിഷയമല്ലേ? ഞങ്ങൾക്ക് ആരെയും ഭയമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേന്ദ്രത്തിലെ ഈ സുപ്രീം കോടതി മുമ്പിലുള്ള കേസിൽ കേന്ദ്ര അഭിഭാഷകൻ സംസ്ഥാന ഗവൺമെന്റ് വേണ്ടി ഹാജരാകുന്ന കപിൽ സിബൽ ഇവിടെ കേരളത്തിലും സുപ്രീം കോടതിയിലും പറയാൻ പോകുന്ന ഒരു ആർഗ്യുമെന്റ്, കേരളത്തിൽ പറഞ്ഞ ആർഗ്യുമെന്റ് എന്താ? അങ്ങനെ ഒരു വിവേചനം ചൂണ്ടിക്കാണിച്ചാൽ 5 സ്റ്റാർ പോലും പൂട്ടിയിട്ടുകൊണ്ട് ഈ മദ്യനയം നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നാണ്. അതുകൊണ്ട് ഈ വിവേചനം എന്നുള്ളൊരു പിടിവള്ളി ഇപ്പോൾ ബാർ ഉടമകൾക്കുണ്ട്. പക്ഷേ അത് അതിജീവിക്കാൻ വേണ്ടി വന്നാൽ സംസ്ഥാന ഗവൺമെന്റ് 5 സ്റ്റാറിന്റെ ലൈസൻസ് കൂടി റദ്ദാക്കാൻ തയ്യാറാണ് എന്നുള്ള ആർഗ്യുമെന്റാണ് അഡ്വക്കേറ്റ് കപിൽ സിബല് കേരളത്തിൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ നടത്തിയത്. അതുകൊണ്ട് ആ ആർഗ്യുമെന്റ് ആയിരിക്കും സുപ്രീം കോടതിയിലും എടുക്കുക. അങ്ങനെയല്ല പക്ഷേ ഉണ്ടായിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഉദയഭാനു കൂടി ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഉദയഭാനു, കപിൽ സിബൽ ഈ കേസ് ആദ്യം സുപ്രീം കോടതിയിൽ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഇനി അഥവാ വിവേചനമുണ്ട് എങ്കിൽ 5 സ്റ്റാർ കൂടി ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി തങ്ങളൊപ്പം നിൽക്കുമെന്ന്. ഉദയഭാനു, താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ ബിനോയ്, പക്ഷേ ഇപ്പോൾ അതാണോ സർക്കാരിൻ്റെ വാദം? ശ്രീ നികേഷ്, ഇന്നത്തെ ഈ സർക്കാർ അഭിഭാഷകരുടെ മൗനം പോലും നമ്മുടെ സർക്കാരിന് വ്യക്തമായിട്ടൊരു നിലപാട് സുപ്രീം കോടതിയിൽ എടുക്കാനില്ല എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണല്ലോ. ശ്രീ TN പ്രധാനു വേണ്ടി കാളീശ്വരൻ രാജ് ഉയർത്തിയത് വളരെ ഗൗരവമേറിയ ഒരു ഭരണഘടനാ പ്രശ്നം തന്നെയാണ്. ആ ഭരണഘടനാ പ്രശ്നം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 76-ാം അനുച്ഛേദം അനുസരിച്ച് നിയമിതരാകുന്ന അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നയപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നത്, വാദിക്കുന്നത് ശരിയാണോ ഇല്ലയോ, അതൊരു ഗുരുതരമായ ഭരണഘടനാ പ്രശ്നമാണ്. അത് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ കേന്ദ്ര സർക്കാരാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്, ആ കേന്ദ്ര സർക്കാരിന് അതിന് ആക്ഷേപമില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ കഴിയുന്നൊരവസ്ഥയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസിന്റെ മുഖ്യ പ്രശ്നങ്ങളിലേക്ക് കോടതി വരികയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വളരെ തന്ത്രശാലികളായിട്ടുള്ള ഈ ബാർ ഉടമകൾ അവർക്ക് വേണ്ടിയിട്ട് ഈ അറ്റോർണി ജനറൽ ഹാജരായാൽ ഒരുപക്ഷെ കോടതിയുടെ മൈൻഡ് സെറ്റപ്പ് തന്നെ ഒരു അനുകൂലമാക്കി എടുക്കാം എന്ന ഒരു വ്യാമോഹത്തോടു കൂടി കൊണ്ടുവന്നപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരിൽ നിന്ന് മൗനം ബാധിച്ചതാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് തെറ്റു പറയാനാവില്ല. വീണ്ടും അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യത്യസ്തമായ നയം ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോരടിക്കുമ്പോൾ അത് കോടതിയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുന്നുണ്ടോ? വാസ്തവത്തിൽ ഈ സംസ്ഥാന സർക്കാരിന് നിയമനിർമ്മാണാധികാരമുള്ള ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ പേരിൽ അറ്റോർണി ജനറൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ഒരു പക്ഷേ ഞാൻ പറയും ഒരു ജനതയുടെ നിർഭാഗ്യവും ദുര്യോഗവുമാണ് എന്ന്. ആ രീതിയിലുള്ളൊരു അവസ്ഥ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഏറ്റുമുട്ടൽ എന്നതിലുപരി
ഒരുപാട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ പരമാധികാരം, ഫെഡറൽ സംവിധാനത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ നിയമനിർമ്മാണ അധികാരം, അത് കോടതിയിൽ കൃത്യമായ അർത്ഥത്തിൽ ഉന്നയിക്കപ്പെടാനുള്ള അവകാശം, ഉന്നയിച്ച് കിട്ടാനുള്ള അവകാശം, ഇതുപോലെ ഉള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള മറുപടി എന്റെ അഭിപ്രായത്തിൽ ഈ രീതിയിലുള്ള ഒരു അവസ്ഥാവിശേഷം, അതായത് അറ്റോർണി ജനറൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു കേസിൽ, കേവലം രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കേസല്ല ഇത്, ഒരു സംസ്ഥാന സർക്കാരിന്റെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി, അതും നിർദ്ദേശക തത്വം അനുസരിച്ച് 47 ഒരു വ്യക്തത സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ബാർ ഉടമകൾ ആവശ്യമല്ല, സംസ്ഥാന താല്പര്യത്തിനെതിരാണ് എന്നാണ് അറ്റോർണി ജനറൽ പറയുന്നത്. 4 സ്റ്റാർ എങ്കിലും തുറന്നില്ല എങ്കിൽ സമ്പദ് വ്യവസ്ഥ തകരാറിലാകും, വിവേചനം കാട്ടുക വഴി എല്ലാവർക്കും നീതി എന്ന ഭരണഘടനാനുസൃതമായ നിർവഹണം പൂർത്തിയാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിന് സംസ്ഥാനത്തിൻ്റെ മറുപടി ഉണ്ടാകണ്ടേ? ആ വാദം എപ്പോഴുണ്ടാകും? അല്ല, ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 അനുസരിച്ചും അതുപോലെ തന്നെ കണ്ടീഷൻ ഓഫ് സർവീസ് റൂൾ 7 അനുസരിച്ചും അറ്റോർണി ജനറൽ ഒരു സംസ്ഥാന ഗവൺമെന്റിനെതിരെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ കേസിൽ ഹാജരായത് തെറ്റായിപ്പോയി, നിയമപരമായി തെറ്റായിപ്പോയി. അപ്പം നിയമപരമായി തെറ്റാണെങ്കിൽ ധാർമ്മികമായി 1000 പ്രാവശ്യം തെറ്റാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പിന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ശ്രീ TN പ്രതാപന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ഇവിടുത്തെ ബാർ മുതലാളിമാരും തമ്മിലുള്ള കേസ് സുപ്രീം കോടതിയിലുണ്ട്. അതിൽ TN പ്രതാപൻ കക്ഷിയായി, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് കാളീശ്വരൻ രാജ് ഹാജരായത്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞങ്ങളുടെ വക്കീലന്മാർ ഹാജരാകുമ്പോൾ ഗവൺമെന്റ് പറയാനുള്ളത് അന്ന് പറയുമല്ലോ. സ്വാഭാവികമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് നയരൂപീകരണത്തിനെതിരായി അറ്റോർണി ജനറൽ ഉയർത്തിയ വാദഗതികൾ വളരെ അടിസ്ഥാനരഹിതമാണ്. അതൊരു കാരണവശാലും ഇവിടുത്തെ സംസ്ഥാനത്തെ ടൂറിസത്തെയും മദ്യനയത്തെയും കുറിച്ച് തീരുമാനമെടുക്കേണ്ട കേന്ദ്രമല്ല. ഇന്ത്യയിൽ ഒരു ദേശീയ മദ്യനയമില്ല, ഓരോ സംസ്ഥാനത്തും ഓരോ മദ്യനയമാണ്. അപ്പൊ കേരളത്തിൽ എന്ത് മദ്യനയം തീരുമാനിക്കണമെന്ന് ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്, അറ്റോർണി ജനറൽ അല്ല. അപ്പൊ സ്വാഭാവികമായി മദ്യരാജാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള അറ്റോർണി ജനറലിന്റെ വാദം ഒരിക്കലും ഫലവത്താൻ പോകുന്നില്ല. അന്തിമമായ വിധി കേരള ഗവൺമെന്റ് അനുകൂലമായിരിക്കും. ശ്രീ ആന്റണി രാജു, കേന്ദ്ര നയം പറയുന്നത് അനുചിതമാണ് എന്ന് കേരളത്തിന്റെ അഭിഭാഷകർ വാദിക്കണ്ടേ? നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, നിങ്ങൾ ഇത് പറയണം എന്ന് പറയേണ്ടത് നമ്മുടെ നിയമമന്ത്രി KM മാണിയാണ്. അതുണ്ടാകുമോ തുടർന്നുള്ള ദിവസങ്ങളിൽ? ചുരുക്കി നികേഷ്, ഇവിടെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള വക്കീലന്മാർക്ക് വാദിക്കാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ അപ്പീൽ കൊടുത്ത ബാർ ഉടമകളുടെ വാദം മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അവരുടെ വാദം പൂർത്തിയായിട്ട് വേണം സംസ്ഥാന ഗവൺമെന്റ് വാദം കേൾക്കാൻ. ഇപ്പോ വാദം തുടങ്ങിയതേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ വാദം പറയാനുള്ള സമയമാകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നയം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ നയം അതിശക്തമായി വാദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. റൈറ്റ്, വ്യക്തമാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ആന്റണി രാജു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ C ദിവാകരൻ, അഡ്വക്കേറ്റ് ഉദയഭാനു, ബിനോയ് എലഗൻസ് ബാർ ഉടമ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തതിന്